ഇതൊക്കെയും സംഭവിച്ച് തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ദിസ് ജനറേഷൻ വിൽ നോട്ട് പാസ് ടിൽ ഓൾ ദീസ് തിങ്സ് ബി ഫുൾഫിൽഡ്. യേശുക്രിസ്തു ഇത് ഏത് തലമുറയെക്കുറിച്ചാണ് പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ, പ്രത്യേകിച്ച് അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ യേശു നടത്തിയ പ്രഘോഷണങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, യേശുക്രിസ്തു പഠിപ്പിച്ച ആ തലമുറ നീങ്ങിപ്പോയി, അടുത്ത എത്രയോ തലമുറകൾ വന്നു എന്നിരിക്കെ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളുടെ ആധികാരികത, അതിൻ്റെ വിശ്വസനീയത എത്രമാത്രമുണ്ടെന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുവാനായി പോകുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ആ തലമുറ ഒഴിഞ്ഞുപോയ തലമുറയാണോ, അതോ ഇനിയും വരുവാനുള്ള തലമുറയാണോ? മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണ് യേശു കർത്താവ് ഈ പ്രസ്താവന നടത്തിയത്. യേശു കർത്താവ് പറഞ്ഞ ആ പ്രസ്താവനയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്, ഇതൊക്കെയും സംഭവിച്ച് തീരുവോളം. ഇതൊക്കെയുമെന്ന് യേശു കർത്താവ് പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്നാമതായി എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്ന കാര്യം, അതായത് ദേവാലയത്തെയും യഹൂദന്മാരുടെ ആരാധനയുമെല്ലാം ശൂന്യമാക്കുന്ന, നശിപ്പിച്ച് കളയുന്ന മ്ലേച്ഛമായ ഒരു പ്രതിഭാസമുണ്ടാകുമെന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞ അതേ കാര്യം തന്നെ യേശു കർത്താവ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂര്യൻ ഇരുണ്ടുപോകുന്നതാണ്. അങ്ങനെ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ യേശു കർത്താവ് പറയുകയാണ്, ഇതൊക്കെയും സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. ഇതൊക്കെയും സംഭവിച്ചു തീരുവോളം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതുവരെയും ഈ ഭൂമിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. യേശു കർത്താവിൻ്റെ തലമുറയിലോ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാരുടെ തലമുറയിലോ ശുശ്രൂഷ കാലഘട്ടത്തിലോ ഈ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛതയോ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയോ മറ്റ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളോ യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നും ഇതുവരെയും നമ്മുടെ മുൻപിൽ നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ കാലത്തും ശിഷ്യന്മാരുടെ കാലത്തും, എന്തിന് നമ്മുടെ കാലഘട്ടത്തിൽ പോലും നമ്മളത് വിറ്റ്നസ് ചെയ്തിട്ടില്ല, നമ്മൾ സാക്ഷ്യപ്പെടുത്താത്ത ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ യേശു കർത്താവ് നിശ്ചയമായും ഉദ്ദേശിച്ചത് ആ തലമുറയെക്കുറിച്ചല്ല എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. യേശു കർത്താവിൻ്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്, അത് വിശ്വസനീയമാണ്, അത് നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതാണ്. യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ടും നമുക്കത് പരിപൂർണമായും ഉൾക്കൊള്ളാവുന്ന വിധത്തിലും, അതിന് മറുചോദ്യം ചോദിക്കാതെ, അതിന് വിശദാംശങ്ങൾ ചോദിക്കാതെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ് യേശു കർത്താവിൻ്റെ വാക്കുകൾ. അപ്പോൾ അങ്ങനെയെങ്കിൽ യേശു കർത്താവ് ഉദ്ദേശിച്ച ആ തലമുറ ഏതാണ്? ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമെന്ന് പറഞ്ഞ ആ തലമുറ ഏതാണ്? നമ്മൾ ഇതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം മുഴുവനും നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തതയില്ലാത്ത എന്തെങ്കിലും ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ മുൻപോട്ടും പുറകോട്ടും നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എന്ന് പറയുന്നത് കാലത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിൻ്റെ പുനഃസൃഷ്ടിയെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. കാലത്തിൻ്റെ അവസാനം നടക്കുവാനുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. യഹൂദന്മാരുടെ ഉൾപ്പെടെയുള്ള വീണ്ടെടുപ്പിൻ്റെ പദ്ധതികൾ ഉൾപ്പെട്ട വലിയ ഒരു പദ്ധതിയാണ് യേശു കർത്താവ് പ്രാവചനികമായും ഇവിടെ അനാവൃതമാക്കുന്നത്. യേശു കർത്താവ് ആ ഒരു പശ്ചാത്തലത്തിൽ യേശു കർത്താവിൻ്റെ പഠിപ്പീരുകൾ വളരെ മുൻപിലേക്ക് കൊണ്ടുപോയി ഒരു ഭാവികാല യുഗത്തിൽ കൊണ്ടുവന്ന് നിൽക്കുന്ന ഒരു സമയത്താണ് യേശു കർത്താവ് ഈ പ്രസ്താവന നടത്തിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു പ്രോഫസി കോണ്ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ പശ്ചാത്തലമാണ്. ഫ്യൂച്ചർ ഇവൻറ്റ്സ്, വരുവാനുള്ള ഭാവി യുഗത്തിൽ, ഭാവി കാലഘട്ടത്തിൽ നടക്കുവാനുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് യേശു കർത്താവ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ തലമുറയിൽ നിന്നും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് വരുവാനിരിക്കുന്ന ഒരു തലമുറയിലേക്കാണ്. ആ തലമുറ നേരിടുവാനുള്ള വെല്ലുവിളികളെക്കുറിച്ചും ആ തലമുറയിൽ സംഭവിക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് യേശു കർത്താവ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് പാർക്കുന്ന ആ തലമുറയെക്കുറിച്ച് വളരെ വ്യക്തമായി യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം, ദ കിങ്ഡം ഓഫ് ഗോഡ് ഷാൽ ബി ടേക്കൺ അവേ ഫ്രം യു. നിങ്ങൾക്ക് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ലഭ്യമാവുകയില്ല, ഈ തലമുറയ്ക്ക് ലഭ്യമാവുകയില്ല. യഹൂദന്മാരുടെ ആ തലമുറയ്ക്ക്, യഹൂദന്മാർക്ക് ആ തലമുറയിലുള്ളവർക്ക് ഒരു രാജ്യമെന്നോണം
ലഭ്യമാകുകയില്ല എന്നുള്ളത് ചില അധ്യായങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ യേശു കർത്താവ് താൻ ജീവിക്കുന്ന ആ തലമുറ യേശു കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ആ ഒരു പ്രാപ്തിയിലേക്ക്, പ്രവചന നിവൃത്തിയിലേക്ക് എത്തപ്പെടുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു യഹൂദന്മാരുടെ ഈ തലമുറ ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന്. 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നു ഇതൊക്കെയും സംഭവിച്ചു തീരുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്നും പറയുന്നു. ഈ രണ്ട് വാക്കുകളും കൂടെ നമ്മൾ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് അർത്ഥമാക്കിയത് വളരെ സ്പഷ്ടമാണ്. ഇവിടെ യേശു കർത്താവ് സംസാരിക്കുന്നത് യേശു കർത്താവ് പാർക്കുന്ന, ശിഷ്യന്മാർ പാർക്കുന്ന ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചോ ആ ഒരു തലമുറയെക്കുറിച്ചോ അല്ല പറയുന്നത്. എന്നാൽ യേശു കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാവികാല യുഗത്തെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാവികാല തലമുറ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. ആ പ്രവചനം എഴുതിയിട്ടുള്ളത് തന്നെ അത് ഭാവികാല തലമുറയെക്കുറിച്ചാണെന്നുള്ളത് ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യേശു ഇവിടെ സംസാരിക്കുന്നത് മറ്റൊരു ഭാവി തലമുറയെക്കുറിച്ചാണ്. യേശു കർത്താവ് പറയുന്ന പ്രവചനങ്ങൾ സംഭവിക്കുന്നത് സാക്ഷീകരിക്കുന്ന ഒരു തലമുറയെക്കുറിച്ചാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെയും 25-ാം അധ്യായത്തിലെയും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആ തലമുറയെക്കുറിച്ചാണ് യേശു കർത്താവ് സംസാരിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞ ആ കാര്യങ്ങൾ സംഭവിച്ചു തീരുവോളം ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദർശിക്കുന്ന തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ഒരു തലമുറ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. കൃപായുഗം എന്ന് പറയുന്നത് 2000 വർഷമായി വളരെ നീണ്ടു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ യുഗമാണ്. എന്നാൽ കൃപായുഗത്തിൻ്റെ വിസ്താരമായ ആ വിസ്തീർണം പോലെയല്ല കൃപായുഗത്തിൻ്റെ അവസാനം നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ. കൃപായുഗത്തിൻ്റെ അവസാനം നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന തലമുറയിൽ തന്നെ അതിൻ്റെ അന്ത്യകാല സംഭവങ്ങൾ ഒരുമിച്ച് നടക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് വളരെ വേഗം സംഭവിച്ച് തീരും എന്നുള്ളത് തന്നെയാണ്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, ഈ 3 കാര്യങ്ങൾക്ക് ശേഷം നടന്ന ആ കൃപായുഗം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ കൃപയുടെ പദ്ധതി തുടങ്ങിയിട്ട് 2000 വർഷമായി. ഇത്രയും ദീർഘമേറിയ ഒരു യുഗം എന്ന് പറയുന്നത് മാനവജാതി ഒരിക്കലും ദർശിക്കാത്ത ഒരു യുഗമാണ്. ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ കവനൻ്റ് ദൈവം പിൻവലിക്കാതെ ഈ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നതിനു വേണ്ടി തലമുറയെ സ്നേഹിച്ചുകൊണ്ട് ദൈവം സ്നേഹത്തിൻ്റെ കവാടങ്ങൾ തലമുറയ്ക്ക് മുമ്പേ തുറന്നു നൽകുകയും ചെയ്യുന്ന ഈ മഹനീയമായ കൃപായുഗം എന്ന് പറയുന്നത് ദൈർഘ്യമേറിയ ഒരു യുഗം തന്നെയാണ്. ഇന്നേക്ക് ഏകദേശം 2000-ഓളം വർഷമായി ആ യുഗം തുറന്നു കിടക്കുകയാണ്. എന്നാൽ ഈ യുഗം ക്ലോസ് ചെയ്യുവാൻ പോകുന്നു, അവസാനിക്കുവാനായി പോകുന്നു. ഈ യുഗം അവസാനിക്കുന്ന സമയത്ത് നടക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കൃപായുഗം അവസാനിച്ച് യഹൂദന്മാരുടെ വീണ്ടെടുപ്പിന് വേണ്ടി തയ്യാറാകുന്ന കാലഘട്ടത്തിൽ നടക്കുന്ന എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും ശൂന്യമാക്കുന്ന മ്ലേച്ഛതയും പ്രകൃതിയിൽ കാണുന്ന അടയാളങ്ങളുമൊക്കെ സംഭവിക്കുന്നത് അത് നോക്കിക്കാണുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയുടെ കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ അവസാനം നടക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 24-ലും 25-ലും നടക്കുന്ന സംഭവങ്ങൾ ഒരു തലമുറ എപ്പോൾ കണ്ടു തുടങ്ങുന്നുവോ ഒരു കാര്യം ഉറപ്പിക്കാം, ആ തലമുറ നീങ്ങിപ്പോകുന്നതിന് മുമ്പ് അവിടെ നടക്കേണ്ട കാര്യങ്ങൾ അവസാനിച്ചിരിക്കും. അതായത് ആ നാളുകൾ കർത്താവ് ചുരുക്കിയിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടയാളങ്ങൾ കണ്ട തലമുറ തന്നെ രണ്ടാമത്തെ വരവും കാണും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ. യേശു കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ കണ്ട ആ തലമുറ യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെയും ദർശിക്കുമെന്നുള്ളത് തന്നെയാണ്. അടയാളങ്ങൾ അവർ കാണും, യേശു കർത്താവിൻ്റെ വരവ് അവർ കാണും, അവർ ന്യായവിധിയും ദർശിക്കും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യേശു കർത്താവ് ഒരു ഉപമയിലൂടെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. 24-ാം അധ്യായം അതിൻ്റെ 32-ഉം 33-ഉം വാക്യങ്ങളിൽ യേശു കർത്താവ് യഹൂദ ജനതയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, യഹൂദ ജനതയുടെ തളിർപ്പ് നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ തളിർപ്പ് ദർശിക്കുന്ന ആ തലമുറയുടെ കാലഘട്ടത്തിൽ തന്നെ ഇതൊക്കെയും സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് യേശു കർത്താവ് പറഞ്ഞത്. ആ വാക്യം ഇങ്ങനെയാണ്, 32-ാമത്തെ വാക്യം, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തി എന്ന് പറയുന്ന യഹൂദന്മാരുടെ രാഷ്ട്രീയത്തെ കുറിക്കുന്ന, അവരുടെ രാഷ്ട്രത്തിൻ്റെ തളിർപ്പിനെ കുറിക്കുന്ന ആ ഒരു വൃക്ഷം, അത് യഹൂദന്മാരുടെ നാട്ടിൽ അതിൻ്റെ തളിർപ്പുണ്ടാകുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, വേനലടുത്തിരിക്കുന്നു എന്നുള്ളത്.
അതുപോലെ തന്നെ യേശു കർത്താവ് പറയുകയാണ്, അത്തി തളിർക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് വേനലെടുത്തു വരുന്നു എന്ന്. യേശു കർത്താവ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത്തി തളിർത്തുവോ എന്നുള്ളൊരു ചോദ്യം. യഹൂദന്മാരുടെ തളിർപ്പ് നടന്നിരിക്കുന്നുവോ? യഹൂദന്മാരുടെ തളിർപ്പ് 1948 തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അനേക നൂറ്റാണ്ടുകളായി ഒരു രാജ്യമല്ലാതിരുന്ന യഹൂദന്മാർ, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം 1948 ദ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ നിലവിൽ വന്നിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ഈ ഉപമയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യഹൂദന്മാരുടെ തളിർപ്പ് 1948 തുടങ്ങിയത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും, അത്തിയുടെ തളിർപ്പ് കണ്ട തലമുറയ്ക്ക് അധികം കാലമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾക്കും ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങൾക്കും യേശു കർത്താവിൻ്റെ വാക്കുകൾക്കൊന്നും ഒരു ടൈം ലൈൻ ഇടുവാനും ഒരു പ്രാവചനികമായ ഒരു തീയതി കണ്ടെത്തുവാനും നമ്മൾ ഒരിക്കലും മുതിരരുത് എന്നുള്ളത് തന്നെയാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ തല ഉയർത്തി നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാർ തളിർത്ത് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു തളിർപ്പാണ് യഹൂദന്മാർക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധ്യമാവുകയില്ല. യഹൂദന്മാർ ഏത് നിലയിൽ ഏത് രീതിയിൽ തളിർക്കണമെന്നുള്ളത് നമുക്ക് പ്രാവചനികമായി പറഞ്ഞ് യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെ ക്ലിപ്തപ്പെടുത്തുവാനും അധികാരമില്ല എന്നുള്ളതും നമ്മൾ ഈ സമയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില കണക്ക് കൂട്ടലുകൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 1948 ശേഷം ഒരു തലമുറയുടെ കാലഘട്ടം എന്തെന്നുള്ളത് മനസ്സിലാക്കി കാൽക്കുലേറ്റ് ചെയ്ത് ഒരുപക്ഷെ യേശു കർത്താവ് വരും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് എണ്ണിക്കൊള്ളുക 1948 മുതൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം ഒരു തലമുറയുടെ കണക്ക് കൂട്ടുന്ന സമയത്ത് 2028 2038 ഒക്കെ കർത്താവ് വരും എന്നുള്ളത് പ്രവചിക്കുന്നവരുണ്ട്. ചിലർ പറയുന്നത് 1967 ഇസ്രയേലിൻ്റെ യഥാർത്ഥമായിട്ടുള്ള തളിർപ്പ് നടന്നത് എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 70 വർഷവും 80 വർഷവും ഒരിക്കൽ കൂടെ അങ്ങോട്ട് മുൻപോട്ട് നീക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ അതേ പശ്ചാത്തലത്തിൽ തന്നെ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നടക്കുവാൻ പോകുന്ന ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും ആർക്കും അറിയുവാൻ സാധ്യമാവുകയില്ല. അതൊരു സ്വർഗീയ രഹസ്യമാണ്. അതിനെ ആർക്കും കണ്ടുപിടിക്കുവാനോ അതിനെ ആർക്കും മനസ്സിലാക്കുവാനോ സാധ്യമല്ലെന്നും യേശു കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കാര്യമല്ല. യേശു കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏക കാര്യം ഒരുങ്ങിയും ഉണർന്നും ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, യേശു കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. നമ്മുടെ മുൻപിൽ നടക്കുന്ന ഇസ്രയേലിനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ തളിർപ്പിനുള്ള ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഈ തലമുറയിൽ തന്നെ ആ മഹാസംഭവം നടക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആ ഒരു പ്രത്യാശ കഴിഞ്ഞ 2000 വർഷമായി എല്ലാ തലമുറയിലുള്ളവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവ് ഈ തലമുറയിൽ നടക്കുമെന്നുള്ളത് പ്രത്യാശിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ ഡേറ്റ് സെറ്റ് ചെയ്യുവാനോ അതിനുവേണ്ടി ആൾക്കാരെ ഒരുക്കുവാനോ ഒരു മനുഷ്യനും ദൈവം അധികാരം നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ യേശു ഉദ്ദേശിച്ച ആ തലമുറ എന്ന് പറയുന്നത് യേശുവിൻ്റെ തലമുറയോ ശിഷ്യന്മാരുടെ തലമുറയോ ആയിരുന്നില്ല. കഴിഞ്ഞ 2000 വർഷമായി സഭാചരിത്രത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ ജീവിച്ചിരുന്ന യേശു കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടുകൂടെ നോക്കി പാർത്തിരുന്ന അവരാരും ആ തലമുറയിലാരും യേശു കർത്താവ് വന്നിട്ടില്ല. ആ തലമുറയെക്കുറിച്ചല്ല യേശു കർത്താവ് പറഞ്ഞത്. എന്നാൽ ഒരിക്കൽ അന്ത്യകാല സംഭവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതിന് വേണ്ടി അധികം സമയം ആവുകയില്ല എന്നുള്ളത് തന്നെയാണ് യേശു കർത്താവ് അർത്ഥമാക്കിയത്. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെരി ക്വിക്ക്ലി. വളരെ പെട്ടെന്ന് ഈ സംഭവങ്ങൾ നടന്നു തീരും. ആ കാലഘട്ടത്തെ നോക്കിയാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ മുൻപിൽ യേശു കർത്താവിൻ്റെ ആ പ്രത്യക്ഷത നടക്കുമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, അതിന് അധികം സമയമൊന്നും വേണ്ട, അതിന് അധികം അടയാളങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും വേണ്ട. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ക്വിക്ക്ലി. ഏത് സമയവും അത് നടക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിന് മുന്നറിയിപ്പുകളുടെ ആവശ്യമില്ല. തയ്യാറെടുക്കുന്നതിന് വേണ്ടി പോലും ഒരുപക്ഷെ സമയം കിട്ടണമെന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ നടക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആമേൻ. കർത്താവായ യേശുവേ വരണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇതൊരു വലിയ സർപ്രൈസാണ്, ഇതൊരു വലിയ സസ്പെൻസാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻസാണ്. യേശു കർത്താവിൻ്റെ വരവ് മഹനീയമായ ആ സംഭവം നടക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കാണുമോ? നമ്മൾ യേശു കർത്താവിനോട് കൂടെ ആയിത്തീരുമോ എന്നുള്ള ചോദ്യത്തോടുകൂടെ കാത്തിരിക്കുന്ന ഒരു സഭയുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്, ദൈവമക്കളുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്
ചെറിയൊരു കാര്യമല്ല. ഒരുപക്ഷെ ആ തലമുറ നമ്മുടെ തലമുറയാണെങ്കിൽ യേശു കർത്താവിനോടുകൂടെ വാഴുന്നതിന് വേണ്ടി നമ്മൾ ഒരുക്കമാണോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് നമ്മൾ ഈ സമയത്ത് ചോദിക്കേണ്ടത്.